നോയ്സ് ബഡ്സ് VS402 1599 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ആമസോൺ പ്രൈം ഡേ എന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ്. 23, 24 ഡേറ്റുകളിലായിരുന്നു ആമസോൺ പ്രൈം ഡേ. എന്നാൽ നിങ്ങളൊരു 50 രൂപ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 22-ാം തീയതി വൈകിട്ട് 7 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാമായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഈ ഒരു 50 രൂപ എക്സ്ട്രാ എന്നുള്ളതല്ല, നേരത്തെ പ്രീ ബുക്ക് ചെയ്യുമായിരുന്നു കൊടുത്തിട്ട്. എന്നാൽ 1599 വാങ്ങിച്ച ഈ ഒരു പ്രോഡക്റ്റ് 23-ാം തീയതി അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ വില 1499 മാറിയിട്ടുണ്ടായിരുന്നു. അതായത് 50 രൂപ നമ്മൾ നേരത്തെ കൊടുത്ത് പ്രീ ബുക്ക് ചെയ്തവന്മാരൊക്കെ തന്നെ മണ്ടന്മാരായി 100 രൂപ നമുക്ക് നഷ്ടം. എന്തായാലും അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പ്രീ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രീ ബുക്ക് ചെയ്യാനായിട്ട്. എന്തായാലും ബോക്സിലേക്ക് വരുവാണെങ്കിൽ നോയ്സിന്റെ ലോഗോയും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും ബഡ്സ് VS402 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പറയിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ജൂൺ 22-ഉം മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 3999 രൂപയാണ്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഞാനിത് വാങ്ങിച്ചത് 1599 രൂപയ്ക്ക് ആണെങ്കിലും പ്രൈം ഡേയിൽ വീണ്ടും അങ്ങോട്ടത് 1499 വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ ഇതിന്റെ വില എന്ന് പറയുന്നത് 1999 രൂപയാണ്. നമ്മുടെ 104 പോലെ അതങ്ങോട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കോ ഒന്നും തന്നെ ആയിട്ടില്ല. ആ സാധനം നമുക്ക് എപ്പോൾ ആണെങ്കിലും പോയിട്ട് അങ്ങോട്ട് വാങ്ങിക്കാം. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് നിയോൺ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ്. നല്ല രസമുണ്ട് കളർ, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇതിന്റെ ഓവർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഞാൻ വാങ്ങിക്കുന്ന കളർ ഈ ഒരു നിയോൺ ഗ്രീൻ തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും ബോക്സ് അങ്ങോട്ട് പൊട്ടിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ലെയറാണ്, അതങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആക്ച്വലി നമ്മുടെ യൂസർ ഗൈഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നല്ല പക്ക പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് പൊതുവെ നമുക്ക് എല്ലാ നോയ്സിന്റെ പ്രോഡക്റ്റുകളും കിട്ടുന്ന പോലെ തന്നെയാണ് ഇതും അങ്ങോട്ട് കിട്ടുന്നത്. ഇതങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതിന് മുന്നേ ഇതിന്റെ കൂടെ കിട്ടുന്ന എക്സ്ട്രാ ആക്സസറീസ് നോക്കുവാണെങ്കിൽ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കണ്ടോ, നല്ല നിയോൺ ഗ്രീൻ കളറിലുള്ള ഇയർ ടിപ്സുകളും ഒരു ടൈപ്പ് C കേബിളുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സ് ബഡ്സ് VS402. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കേസോട് കൂടിയിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. എങ്കിൽ പോലും കുറച്ച് ബൾക്കിയാണ് കേട്ടോ. 53 ഗ്രാം ഉണ്ട് ആക്ച്വലി കേസിൻ്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നോയ്സ് ബഡ്സ് VS402 എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ഇയർബഡ് പോലാണ് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ ആ ഒരു സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ പോലും ലുക്കിലും അതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നോയ്സിൻ്റെ ലോഗോയും കൂടാതെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. ഏറ്റവും പിറകിലായിട്ടൊരു ടൈപ്പ് C പോർട്ടും ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 35 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. നമ്മളൊരു 60% പാട്ട് കേട്ടാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. കൂടാതെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. ഇൻസ്റ്റാ ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റ്, അതായത് 2 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി നമ്മൾ കേസ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് ആക്ച്വലി സ്ലൈഡിംഗ് ആണ് കേട്ടോ, അല്ലാണ്ട് ഓപ്പൺ അല്ല. കണ്ടോ സ്ലൈഡിങ്. ഭയങ്കര ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ക്വാളിറ്റി എനിക്ക് ആക്ച്വലി ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. അതായത് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ആ ഒരു ലിഡിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ലിഡ് തന്നെയാണ്. പക്ഷേ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് വലിയ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. 2000 രൂപയ്ക്ക് എന്തായാലും ഈ ഒരു ക്വാളിറ്റി അല്ല വേണ്ടത്. എന്നാൽ ഒരു 1500 രൂപയ്ക്ക് ഓക്കെ ആണെന്ന് പറയാം. ഇതേ കണ്ടോ, ലിഡ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇതേ കണ്ടോ നമ്മുടെ LED ലൈറ്റ് ഇവിടെ കത്തി. അതും ആ ഒരു ഗ്രീൻ നിയോൺ കളറിലാണ് ആ ഒരു LED ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇയർബഡുകൾ അവിടെ ഇരിപ്പുണ്ട്. ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടി തന്നെയാണ് ഈ ഒരു ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. എന്നാൽ കേസ് പോലെ തന്നെ കുറച്ച് ബൾക്കിയാണ് ഇവിടെ നമ്മുടെ ഇയർബഡുകളും. ഏറ്റവും പിറകിലായിട്ട് നമ്മുടെ 2 LED ഇൻഡിക്കേറ്റേഴ്സ് നല്ല രസമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നോയ്സിന്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഇയർ ടിപ്സുകളാണെങ്കിലും ആ ഒരു നോയ്സിന്റെ ലോഗോ ഒക്കെ തന്നെ ആ ഒരു നിയോൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. വെറും 4 ഗ്രാംസ് മാത്രമാണ് ഈ ഒരു ഇയർബഡുകളുടെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫീൽ, അതായത് ഒരു ഹെവി ഫീൽ ഒന്നും നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ അപ് ടു 7 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത്. എന്നാൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. 1.5 മണിക്കൂർ വേണം 100% ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട്. ഇനി ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ വലുതിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾ വരുന്ന സമയത്ത് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും. ഇടതിൽ ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാൻ സാധിക്കും. വലതുവശത്ത് നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആകുന്നത്. മോഡ് ഓൺ ആകുമ്പോഴത്തേക്ക് വി ഫൈറ്റ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു സൗണ്ട് വരും. കൂടാതെ നമ്മൾ വീണ്ടും ഒരു ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഗെയിം മോഡ് ഓഫ് ആകുമ്പോഴത്തേക്ക് ഗെയിം ഓവർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു സൗണ്ട് അങ്ങോട്ട് വരുന്നതാണ്. കൂടാതെ ഇടതുവശത്ത് നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയ്സ് ബഡ്സ് VS402 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ENC വിത്ത് ക്വാഡ് മൈക്ക് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. അതായത് ഓരോ ഇയർബഡുകളിലും 2 മൈക്ക് വരാം. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത് ഇൻഡോറിനകത്ത്.
നിങ്ങളൊരു കോളിംഗ് പേർപ്പസിന് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ അത് എന്തുമാത്രം അത് വർത്തായിരിക്കും? പൊതുവെ നോയ്സിന് ഒരു സിംഗിൾ മൈക്ക് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ ഒരു കോഡ് മൈക്ക്. അപ്പൊ ആ ഒരു കോഡ് മൈക്കിന്റെ ക്വാളിറ്റി എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇപ്പൊ നിങ്ങൾ കേട്ട മൈക്ക് ക്വാളിറ്റി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കോൾ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഒരാൾ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് കേൾക്കുന്നത്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ തന്നെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ട്. കുറച്ച് ബൾക്കി ഫീൽ ആണെങ്കിൽ പോലും, ബൾക്കി ഫീൽ എന്നുള്ളതല്ല, കുറച്ച് ബൾക്കിയാണ്. ഗെയിമിംഗ് ഇയർബഡ് പോലെ അവർ ഇറക്കിക്കൊണ്ട് തന്നെ കുറച്ച് ബൾക്കി ആയിട്ടാണ് ഇറക്കിയത്. എന്നാൽ പോലും നമ്മുടെ ചെവിയിൽ അങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ഡിസ്കംഫർട്ട് തോന്നില്ല. അതുപോലെ തന്നെ പെയിനും ഉണ്ടാവത്തില്ല. പെയിൻ ഒരിക്കലും ഉണ്ടാവത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഇവരുടെ ആ ഒരു ഡിസൈൻ, ആ ഒരു കർവ്ഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് തന്നെ ആ ഒരു പെയിൻ ഉണ്ടാവാനായിട്ട് ഒരു ചാൻസും ഇല്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഈ സാധനം അങ്ങോട്ട് ഇരിപ്പുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചാലും ഒരു പ്രശ്നവും വരത്തില്ല. IPX5 ആയതുകൊണ്ട് തന്നെ ഹെവി റെയിനിൽ പോകണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ പോലും ഇൻ കേസ് വല്ല വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറന്റി ഉണ്ടെങ്കിലും നമുക്കിത് ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയ ഒരു സംഭവമാണ്, SBC കോഡക്ക് മാത്രമേ ഉള്ളൂ, AAC ഇല്ല. സോ നമ്മളൊരു 100% ചില പാട്ടുകൾ ഇടുമ്പോഴത്തേക്ക് ഡിസ്ട്രാക്ഷൻ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഇതിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പറയുവാണെങ്കിൽ നിങ്ങളൊരു വോക്കൽ ലവർ ആണെങ്കിൽ ദയവ് ചെയ്ത് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ബേസ് ലവേഴ്സിന് വേണ്ടി ഇറക്കിയ ഒരു പ്രോഡക്റ്റ് പോലെയാണ് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ബഡ്സ് VS402 എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു 80 to 90% നമ്മൾ പാട്ടിടുമ്പോഴത്തേക്ക് നല്ല ബേസ് അങ്ങോട്ട് കിട്ടുന്നുണ്ട്. ബേസ് എന്തോ ഇപ്പോൾ കുറച്ച്, ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അൺബോക്സ് ചെയ്ത 104 പോലും നല്ല രീതിക്ക് ഡോമിനേറ്റഡ് ആയിരുന്നു. ഇവിടെയും അത് തന്നെയാണ്, നല്ല രീതിക്ക് ബേസ് ഡോമിനേറ്റഡ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ട്രെബിള് ആക്ച്വലി ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നിങ്ങൾ ആ ഒരു വോക്കൽ ലവേഴ്സിന് പറ്റിയ രീതിക്കുള്ള ഒരു ട്രെബിൾ അല്ല. കാരണം ഞാൻ പല പാട്ടുകളും വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് എന്താ പറയുക, വോളിയം അപ്പ് ചെയ്തിട്ട് കേൾക്കാനുള്ള ഒരു ടെൻഡൻസി വന്നു. അതിനൊരു റീസൺ തന്നെ ഈ ഒരു മോണോ ഔട്ട്പുട്ട് ആണ് കുറച്ച് ഡോമിനേറ്റഡ് നിൽക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ബേസ് ഡോമിനേറ്റഡ് ഉള്ള പാട്ടുകൾ നിങ്ങളിപ്പോൾ ഒരു 50%-ല്ല 100% ഇട്ടാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇടി അങ്ങോട്ട് കിട്ടും. സോ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു നോയ്സിന്റെ ബഡ്സ് VS402. ഇനി ലേറ്റൻസിന്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു ഗെയിമിംഗ് മോഡ് ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്. പക്ഷേ എത്ര MS ലോ ലേറ്റൻസി ആണ് ഇതിലുണ്ടെന്നുള്ളത് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. യൂസർ ഗൈഡിൽ പോലും അത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എവിടെയോ വായിച്ചായിരുന്നു 80 അതല്ല 60 ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഞാൻ വായിച്ചെനക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. എന്നാൽ പോലും ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ PUBG ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ, പ്രോ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഡിലേ കണക്ക് ഫീൽ ചെയ്യും എവിടെയെങ്കിലും ഒക്കെ. പക്ഷേ നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തട്ടിയും മുട്ടിയോ കളിച്ചങ്ങോട്ട് പോകാൻ പറ്റും. പൊതുവെ നമ്മളെ ഒരു ബീസ് മോഡുള്ള അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡുള്ള ഒരു ഇയർബഡ് കളിക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കും അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും. ഒരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ കുറ്റം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ചെറിയൊരു ഡിലേ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സസ്റ്റെയിൻ ചെയ്യും. സോ അതാണ് ആകെ പറയാൻ പറ്റുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണ്, എന്നെ പോലുള്ള ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് കളിക്കാൻ പറ്റും. പ്രോ പ്ലെയർ ആണെങ്കിൽ കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു നോയ്സ് ബഡ്സ് VS402 കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1999 രൂപയ്ക്ക് നമുക്കിത് വർത്ത് ബൈയിങ് ആകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ ഒരു സംഭവം മാത്രം, കേസിന്റെ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ഒരു ചീപ്പ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് വിറ്റ് കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം പെർഫെക്റ്റ് തന്നെയാണ്. കൂടാതെ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യമാണെങ്കിൽ ബേസ് ലെവൽ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഇത് കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ. പിന്നെ വീണ്ടും പറയാനുള്ള സംഭവം വെച്ചാൽ ഇതിൽ AAC കോഡക്കില്ല, SBC മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഒരു 80 to 90% നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ അത്യാവശ്യം ഗെയിം കളിക്കണം. പിന്നെ ആ ഒരു കോഡ് മൈക്ക് വിത്ത് ENCയുടെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ടല്ലോ, അതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 1599 രൂപയ്ക്ക് അല്ലെങ്കിൽ 1499 രൂപ ഓഫർ സമയത്ത് കിട്ടുന്നെങ്കിൽ ഇത് വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. അല്ലാണ്ട് 1999 ഇത് വർത്ത് ബൈയിങ് ആകുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഈ ഒരു നോയ്സ് ബഡ്സ് VS402 കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.